ഓതിയത് പൂർത്തിയാകണമെങ്കിൽ മുസ്ലിമേ, നീ മൊത്തത്തിലെ മുസൽമാന് സലാം ചൊല്ലിയല്ലാതെ നിന്റെ അത്തഹയ്യാത്തിനോ നമസ്കാരത്തിനോ ഒരു പൂർത്തീകരണം ഉണ്ടാവുകയില്ല. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. എല്ലാ സാലിഹ്യങ്ങളായ അടിമകൾക്കും അള്ളാഹുവിനെ സലാം സലാം സലാമത്തുണ്ടാകട്ടെ. നമ്മൾ നിസ്കരിക്കാൻ നേരത്തെ എല്ലാവർക്കും സലാം ചൊല്ലിയിട്ട് ഇറങ്ങി വരുമ്പോ നേരിട്ട് കണ്ടാൽ സലാം പറയൂല. നിസ്കരിക്കുന്ന സമയത്ത് മിമ്പറിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യും. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ലോകത്തുള്ള സകലമാന വിശ്വാസികൾക്കും സകലമാന മുസ്ലിമീങ്ങൾക്കും നീ പൊറുത്തു കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും നീ പൊറുത്തു കൊടുക്കണേ അല്ലാ എന്ന് എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് പറയുന്ന മുസ്ലിയാക്കന്മാർ ഇറങ്ങി വരുമ്പോൾ ഒരു മുസ്ലിമിനെ കാണുമ്പോൾ സലാം പറയുന്നില്ല. മുനാഫിക്കിന്റെ അടയാളമല്ലേ അത്? കപടന്മാരുടെ അടയാളമല്ലേ അത്? കാപട്യത്തിന്റെ ഉടമകളല്ലേ? കാപട്യം നിറഞ്ഞു തുളുമ്പുന്നവരുടെ അടയാളമാണല്ലോ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് ലോക മുസൽമാന് വേണ്ടി ദുആ ചെയ്തതിന് ശേഷം എത്രയോ മുസ്ലിമീങ്ങൾ ആമീൻ പറഞ്ഞുവെങ്കിൽ ആ ആമീൻ പറഞ്ഞ മുസ്ലിം ഈ മുസ്ലിയാരെ കാണാൻ പോകുമ്പോൾ അസ്സലാമു അലൈക്കും പറഞ്ഞാൽ അവൻ മടക്കാറില്ല. എന്തേ? ചിറ്റപ്പൻ നയം, ചിറ്റമ്മ നയം. അവിടെ ഒന്ന് ഇവിടെ ഒന്ന്. അതെന്തേ സുഹൃത്തെ മനസ്സിലാകുന്നില്ല? നബിതങ്ങള് ആരെ ആദ്യം കണ്ടാലും സലാം പറയുമെങ്കിൽ ഒരു മനുഷ്യന്റെ അവസ്ഥയും ആന്തരികാവസ്ഥയും അവന്റെ ഹൃദയത്തിന്റെ സന്തുലിതാവസ്ഥയും അറിയുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് ആ റസൂലുള്ള പറഞ്ഞിട്ടുള്ള വാക്ക് സ്വീകരിക്കലാണ് മുസൽമാന്റെ ജോലി. നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയണേ, കൈ കൊടുക്കണേ. നിങ്ങൾക്കിടയിൽ സാഹോദര്യം വർദ്ധിക്കാൻ അതൊരു കാരണമാകും. സലാം പറയാറില്ല, കൈ കൊടുക്കാറില്ല, അതുകൊണ്ട് സാഹോദര്യം വർദ്ധിക്കുന്നില്ല. ശരിയല്ലേ? സലാം പറയാറില്ല, കൈ കൊടുക്കാറില്ല, അതുകൊണ്ട് തമ്മിൽ എന്താണ്? സ്പ്ലിറ്റായിട്ട് പ്രശ്നമായി. ഒരു മുക്കില് 5 പള്ളി, ഒരു മുക്കില് 5 പള്ളി ഒരുമിച്ച് പള്ളിയുടെ ഫ്രണ്ടിലായിരിക്കും ബാങ്ക് വിളിക്കുമ്പോൾ ഒരു പള്ളിയുടെ ഫ്രണ്ടിലായിരിക്കും ഇരിക്കുക. ഈ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് അങ്ങോട്ട് കുറെ മുസ്ലിങ്ങൾ ഓടുന്നു, ആ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നവർ ഇങ്ങോട്ട് വരുന്നു, ഈ പള്ളിയുടെ ഇപ്പുറത്ത് നിന്നവർ ആ പള്ളിയിലേക്ക് ഓടുന്നു, ആ പള്ളിക്കകത്തിരുന്നവർ ഇറങ്ങിയിട്ട് ഇപ്പുറത്തെ പള്ളിയിലേക്ക് വരുന്നു. എന്തായാലും എന്തുകൊണ്ട് മുസ്ലിം സമുദായം ഭിന്നിക്കാൻ കാരണം? പരസ്പരം സലാം പറയാനോ മുസാഫഹത്ത് ചെയ്യാനോ അവൻ തയ്യാറാകുന്നില്ല. തമ്മിലടിച്ചോ. നബിതങ്ങൾ പഠിപ്പിച്ച മാതൃകയല്ല സഹോദരാ, ഒരിക്കലുമല്ല. നബിതങ്ങൾ പഠിപ്പിച്ച മാതൃക ആരെ കണ്ടാലും നീ സലാം പറ, ഈമാൻ വർദ്ധിക്കും, വിശ്വാസം അധികരിക്കും. കേരളത്തിൽ മാത്രമാണല്ലോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കോംപ്ലക്സ്. ഗൾഫ് രാജ്യങ്ങളിൽ പോകുമ്പോൾ ആരെ കണ്ടാലും സലാം പറയുമല്ലോ, കുശലങ്ങൾ അന്വേഷിക്കുമല്ലോ. കേരളത്തിൽ മാത്രമേ എന്തേ വലിയ ഇസം. ശരി, പോകട്ടെ. ഇനി ഇപ്പൊ ചിലരെ കണ്ട് സലാം പറയാത്തത് എന്തെന്നറിയോ? നീ ഇനി മുബത്തദിയാണ് എന്നതിന്റെ പേരിലാണ്. മുബത്തദി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആരാപ്പായി മുബത്തദി? പുത്തൻവാദി എന്നൊക്കെ പറഞ്ഞ് പുത്തൻവാദി ആയതുകൊണ്ടാ സലാം പറയാത്തത് എന്ന് പറഞ്ഞാൽ ആരായി പുത്തൻവാദി? അതാണ് കണ്ടുപിടിക്കേണ്ടത്. നീ പറയുന്നു ഞാനാ പുത്തൻവാദി, പക്ഷെ ഞാൻ പറയുന്നു നീയാ പുത്തൻവാദി എന്ന് നമ്മൾ രണ്ടുപേരും പരസ്പരം വാദിക്കാൻ നിന്നാലോ നമുക്ക് എങ്ങനെയാണ് സലാം പറയാം? ആരും സലാം പറയണ്ട, റിസീവർ പറയണം, പോട്ടെ, ആരും ഭരിക്കണ്ട, സലാം പറയേണ്ട. പുത്തൻവാദി ആരാ പുത്തൻവാദി? ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ദീൻ പഠിക്കാത്തതിന്റെ പേരിലാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. കാണുന്നതെല്ലാം പുത്തൻവാദമായി തോന്നുന്നത് ദീൻ പഠിക്കാത്തതിന്റെ പേരിലാണ്. അള്ളാഹുവിനെ റസൂലിനെ കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ല. ആരാണ് അള്ളാഹ്? അള്ളാന്റെ സിഫത്തുകൾ എത്ര? അവന്റെ പേരുകളൊന്ന് പറ. നബിതങ്ങളുടെ പേരുകൾ മൊത്തം പറ. നബിതങ്ങളുടെ സ്വഭാവങ്ങൾ പറ. നബിതങ്ങളുടെ ജീവിതവും സന്ദേശവും പറ. നബിതങ്ങളോടുള്ള കടമകൾ പറ. നബിതങ്ങൾ ആരായിരുന്നു എന്ന് ഏതെങ്കിലും ഒരു മുസൽമാനെ വിളിച്ചിരുത്തിയിട്ട് ഈ നബിയുടെ അനുയായിയാണെന്ന് പറഞ്ഞുകൊണ്ട് നാഴികയ്ക്ക് 40 വട്ടം വാദകോലാഹങ്ങളുമായി നടക്കുന്നവൻ, അവനെ വിളിച്ചിരുത്തിയിട്ട് അള്ളാന്റെ റസൂലിന്റെ സവിശേഷതകൾ 10 എണ്ണി പറയാൻ പറഞ്ഞാൽ അവൻ വാതിറക്കുന്നതല്ലാതെ നബിയെക്കുറിച്ച് അവൻ ഒരു ചർച്ചയും അറിഞ്ഞില്ല. നബിയെക്കുറിച്ച് ഒരു വാക്കുപോലും അവന് ചർച്ച അറിയില്ല. എന്താ? ഞാൻ വെല്ലുവിളിക്കുന്നു നബി തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച്, അവിടുത്തെ ജീവിതത്തെക്കുറിച്ച്, അവിടുത്തെ സന്ദേശത്തെക്കുറിച്ച് ഞാൻ നബിയുടെ ഏറ്റവും വലിയ അനുയായിയാണെന്ന് വാദിക്കുന്നവർ ഒരു 10 ഹദീസ് നബി തങ്ങളെ കുറിച്ച് പറയട്ടെ. 10 ഹദീസ് പറയട്ടെ. നബി തങ്ങളുടെ ജീവിതവും ദർശനവും. നബി ആരായിരുന്നു?
അതിനൊന്നും സമയമില്ല നമുക്ക്. നബിതങ്ങളെ കുറിച്ച് പഠിക്കാനും സമയമില്ല, നബി ആരാന്ന് പറയാനും ചർച്ചയില്ല, അതിനൊന്നും സമയമില്ല. നബിതങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്ക് തടയിടാൻ നമ്മളെല്ലാവരും റെഡിയാണ്. നമ്പർ വൺ അതിന് നമ്മൾ റെഡിയായിട്ട് നിൽക്കും. സ്വർഗത്തിന്റെ പൂന്തോപ്പിലേക്ക് ഇൽമിന്റെ സദസ്സിലേക്ക് പോകുമെന്ന് പറയുമ്പോ അത് പോണ്ട, ജമാഅത്താണ് അത് പോണ്ട, സലാം അത് പറയാൻ പാടില്ല. പിന്നെ എപ്പോഴാ പോവാ? നിന്റെ പേര് മുസ്ലിം, എന്റെ പേര് മുസ്ലിം അല്ലേ? നിനക്കും 5 വക്കത്ത്, എനിക്കും 5 വക്കത്ത്, നിനക്കും 30 ജുസു, എനിക്കും 30 ജുസു. നീയും ഹജ്ജിന് പോണെന്ന് മക്കയില്, ഞാനും ഹജ്ജിന് പോണെന്ന് മക്കയില്. നീയും സിയാറത്തിന് പോണത് നബിതങ്ങളുടെ റൗളയിൽ, ഞാനും സിയാറത്തിന് പോകുന്നത് നബിതങ്ങളുടെ റൗളയിൽ. നീയും സംസം വെള്ളം കുടിക്കുന്ന മക്കയെന്ന്, ഞാനും സംസം വെള്ളം കുടിക്കുന്ന മക്കയെന്ന്. പിന്നെ ഇവിടെ വരുമ്പോ മാത്രമേ തിരുവനന്തപുരം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ രണ്ടുപേരും 2 സ്പ്ലിറ്റ് ആയിട്ട്, രണ്ടുപേരും 2 റിട്ടറിൽ. അതുവരെ എല്ലാം ഒറ്റ കൈ. ഹർമേ പാക് ബി അല്ലാഹ് ബി